ഞണ്ടിനെ പിടിച്ച് ഞണ്ടിൻ്റെ കടിയും കൊണ്ട് കൈയും മുറിച്ച് വെച്ചിട്ട് ഞണ്ടിനെ റോസ്റ്റ് ചെയ്ത് ആരെങ്കിലും കഴിച്ചിട്ടോ, നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വലയിട്ടിട്ടുണ്ട് കായലിൽ. വലയൊന്ന് എടുത്തു നോക്കാം, അതിനകത്ത് മീൻ വല്ലതും ഉണ്ടോ നോക്കാം. അപ്പോൾ ഇന്ന് കിട്ടിയ ഞണ്ട് നമ്മളിത് ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടത് നമ്മൾ ഞണ്ടിനൊന്ന് ചെറുതായി ഒന്ന് വേവിക്കാൻ പോവാം, എന്നിട്ട് റോസ്റ്റ് ചെയ്യാം. നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യാനുള്ള സവാള, തക്കാളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളകും, സവാള നല്ലപോലെ വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഞണ്ട് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇനി പൊളിച്ച് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ, മസാലയ്ക്കകത്ത് ആഡ് ചെയ്യാൻ. ഇപ്പോഴേ നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് മസാലയൊക്കെ ചേർത്താൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഞണ്ട് വൃത്തിയാക്കി വെച്ചത് മസാലയ്ക്കകത്ത് ഇടാൻ പോവാണ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്, ആവി ഇറക്കുന്നുണ്ട്. ടേസ്റ്റ് കേട്ടോ. ഞണ്ട് റോസ്റ്റ് ചെയ്യുമ്പം ഒരിക്കലും ഞണ്ട് പുഴുങ്ങുന്നതിൻ്റെ വെള്ളം കളയാൻ പാടില്ല. റോസ്റ്റിനകത്ത് വെച്ച് റെഡിയാക്കണം. ഞാൻ ഒഴിക്കുന്നത് കാണിച്ചിട്ടില്ല, ഒഴിച്ചിട്ടേ നിങ്ങൾ കുക്ക് ചെയ്യുള്ളൂ കേട്ടോ. സൂപ്പറാണ്. ഞണ്ടിൻ്റെയും കക്കാടേക്ക് വെള്ളം ഒരിക്കലും കളയാൻ പാടില്ല.